പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഡ്രസ്സും ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സും ധരിക്കുന്നതിൽ നിയമപരമായോ ധാർമ്മികപരമായോ കുഴപ്പമൊന്നുമില്ല. ഓരോ വ്യക്തിക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രധാരണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നിരുന്നാലും ചില സാമൂഹികമായ കാഴ്ചപ്പാടുകളും കാരണങ്ങളും താഴെ കൊടുക്കുന്നു. സമൂഹത്തിന്റെ മനോഭാവം. പാരമ്പര്യമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായ വസ്ത്രധാരണ രീതികൾ നിലവിലുണ്ട്. ലിംഗഭേദമന്യേ വസ്ത്രധാരണം ചെയ്യുന്നവരെക്കുറിച്ച് ചിലർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. വ്യക്തിപരമായ ഇഷ്ടങ്ങൾ. ചില സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടമാണ്. ചില പുരുഷന്മാർക്ക് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടമാണ്. ചിലർക്ക് പ്രത്യേക വസ്ത്രധാരണ രീതികൾ പരീക്ഷിക്കാൻ താൽപ്പര്യമുണ്ടാകാം. ചിലർക്ക് അവരുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ ലിംഗഭേദമന്യേ വസ്ത്രധാരണം ചെയ്യുന്നത് ഒരു മാർഗമായിരിക്കാം. ഫാഷൻ രംഗത്ത് ലിംഗഭേദമന്യേ വസ്ത്രധാരണം ചെയ്യുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. പല ഫാഷൻ ഡിസൈനർമാരും ലിംഗഭേദമന്യേ ഉപയോഗിക്കാവുന്ന വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാറുണ്ട്. കല, സിനിമ, നാടകം തുടങ്ങിയ കലാരംഗങ്ങളിൽ ലിംഗഭേദമന്യേ വസ്ത്രധാരണം ചെയ്യുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. കഥാപാത്രങ്ങളുടെ സ്വഭാവം പ്രകടിപ്പിക്കാൻ ഇത്തരം വസ്ത്രധാരണ രീതികൾ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഡ്രസ്സും ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സും ധരിക്കുന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അതിൽ മറ്റുള്ളവർ ഇടപെടേണ്ട ആവശ്യമില്ല.